എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓക്കെ, അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത് 3 മേഖലകളിൽ നിന്നാണ്, അല്ലേ? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല എന്ന് പറയുന്ന 3 മേഖലകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ നിന്നാണ് ഈ പറയുന്ന ദേശീയ വരുമാനമൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വരുമാനമൊക്കെ വരുന്നത് ഈ മേഖലകളിൽ നിന്നാണ്. അപ്പോൾ ഈ മേഖലകളിൽ നിന്നുള്ള ആകെ വരുമാനം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് നമുക്ക് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ദേശീയ വരുമാനം സഹായകമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ വരുമാനം ഇത്രയാണ്, നമ്മൾ സാധാരണ GDP എന്നാണ് ഇതിൽ പറയാറ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ഇത്രയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ദേശീയ വരുമാനം വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലാകും? കഴിഞ്ഞ വർഷത്തേക്കാൾ എൻ്റെ രാജ്യം ഇത്ര വളർന്നിട്ടുണ്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇത്ര താഴത്തേക്ക് പോയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യവും നമ്മുടെ രാജ്യവും തമ്മിലുള്ള ആ ഒരു വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് സാധിക്കുന്നതെന്നാണ് പറയുന്നത്. SCERTയിലെ പോയിന്റ്സ് ആണ്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് എത്രയാണ് സംഭാവന, വ്യാവസായിക മേഖലയിൽ നിന്ന് എത്രയാണ് സംഭാവന എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിലയിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സഹായകമാണ്. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിന് സഹായകമാകുന്നു. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്താൻ സാധിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ഇതിലൂടെ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, SCERTയിലെ പോയിന്റ്സ് ആണ്. ഇനി ദേശീയ വരുമാനത്തിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ഏതാണ്? GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് GDP ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഈ 3 സാധനങ്ങളിലെയും നമ്മുടെ മൊത്തം നമ്മുടെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ, വരുമാനം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP എത്രയാണെന്ന് കിട്ടും. അതാണ് നമ്മുടെ ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് GDP എന്താണെന്ന് വിശദീകരിച്ച് നോക്കാം. GDP എന്ന് പറയുന്നത് മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ഏറ്റവും ഉചിതമായ ആശയമാണ് GDP. അതായത് മേഖലകൾ തിരിച്ചു പറഞ്ഞാൽ കാർഷികം, വ്യാവസായികം, സേവനം, ഈ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനം ചെയ്യാൻ വേണ്ടി ഏറ്റവും ഉചിതമായ ഒരു ആശയമാണ് GDP എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഒരു നിശ്ചിത കാലയളവിൽ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GDP. നിശ്ചിത കാലയളവ് നമ്മൾ സാധാരണ സാമ്പത്തിക വർഷം എന്നാണ് പറയുന്നത്. ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയാണ് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള സാധനം, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറി, അതിർത്തി എന്ന് വിചാരിക്കുക, അല്ലേ? അപ്പോൾ ഇതിന് പുറത്ത് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമാണ്, ഈ ഭാഗമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലേ? ഈ അതിർത്തിക്ക് അകത്താണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അതിർത്തിക്കുള്ളിൽ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിലേക്ക് അത് കൂട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യക്കാരുണ്ടാവാം, വിദേശികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ വിദേശ കമ്പനികൾ ഉണ്ടാവാം, അങ്ങനെ കുറേ സാധനങ്ങളില്ല. പല വിദേശ കമ്പനികളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ വിദേശികൾ നമ്മുടെ രാജ്യത്ത് വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ആര് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും, എന്ത് സാധനം ഉൽപ്പാദിപ്പിച്ചാലും അത് നമ്മുടെ രാജ്യത്തെ GDPയിൽ കൂട്ടുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിനകത്ത് ഈ പറയുന്ന, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്ക് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽ നിന്നാണ്. അതിർത്തിക്ക് അകത്ത് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അതിർത്തിക്കുള്ളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ആരെന്ത് പ്രൊഡ്യൂസ് ചെയ്താലും, വിദേശികളായിക്കോട്ടെ, സ്വദേശികളായിക്കോട്ടെ, വിദേശ കമ്പനികളായിക്കോട്ടെ, ആരെന്ത് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മുടെ രാജ്യത്തിൻ്റെ GDPക്ക് അകത്ത് അത് കൂട്ടുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഉപഭോക്താവിലേക്ക് എത്തുന്ന അന്തിമ ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും മൂല്യം മാത്രമാണ് GDP കണക്കാക്കുന്നത്. അതായത് അന്തിമ ഉൽപ്പന്നത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അതായത് ഉദാഹരണം SCERTയിൽ കൊടുത്തൊരു എക്സാമ്പിൾ തന്നെയാണിത്. ഷർട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു?
തുണി, നൂല്, ബട്ടൺസ് ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഷർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷർട്ട് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഈ പറയുന്ന സാധനം. ഇതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന അന്തിമ, അതായത് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഷർട്ട്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ വില മാത്രമേ നമ്മൾ എന്തിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ? GDP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്ത്? അന്തിമ ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും മൂല്യം മാത്രമാണ് GDP കണക്കാക്കുമ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ എക്സാമിന് അത് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഒരു രാജ്യം സാമ്പത്തികമായി എത്ര വളർന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ രാജ്യത്തിൻ്റെ GDP എത്ര കൂടിയെന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയുടെ അളവ് കോലാണ് GDP എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ നിന്ന് ഈ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കുന്നതോടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സാമ്പത്തിക നിലയുടെ അളവുകോൽ, സാമ്പത്തിക നില കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്? GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അകത്ത് പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ കൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു ഉൽപ്പന്നം ഇതിലേക്ക് കൂട്ടുമോ? നിങ്ങൾ സ്വയം ആലോചിച്ചറിയാം, കൂട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? കാരണം എന്താണ്? ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുണ്ടാക്കിയ ഒരു സാധനമല്ലേ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളൊന്നും എവിടെ കൂട്ടില്ല? നമ്മുടെ GDPയിൽ ഉൾപ്പെടില്ല എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും മാത്രമേ നമ്മുടെ GDPയിലേക്ക് പെടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്ത സംഭവം എന്ന് പറയുന്നത് NDP ആണ്, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങളൊക്കെ വർക്ക് ചെയ്യും. വ്യവസായമല്ല, എന്ത് സാധനം ആയിക്കോട്ടെ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വരെ ടയർ എന്ത് ചെയ്യുന്നുണ്ട്? തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? തേയ്മാനം സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ യന്ത്ര സാമഗ്രികളും മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ തേയ്മാനം പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു പൈസ അതിലേക്ക് ചിലവാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? തേയ്മാന ചെലവ് അഥവാ ഡിപ്രിസിയേഷൻ ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് മൊത്തം എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടലാണ്. അതിൽ എന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്? ഈ പറയുന്ന ഡിപ്രിസിയേഷൻ ചാർജ് അഥവാ തേയ്മാന ചെലവൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ട്. മൊത്തം എന്ന് പറയുന്ന വാക്ക്, മൊത്തം എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് എന്ന് പറയുന്ന സാധനം, അതിൽ ഈ തേയ്മാന ചെലവൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ട്. ഈ മൊത്തത്തിൽ നിന്ന് തേയ്മാന ചെലവ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്ന സാധനത്തിൽ വാക്ക് ആലോചിക്കേണ്ടത് മൊത്തം എന്നാണ്. മൊത്തം എന്ന് പറയുമ്പോൾ അതിൽ ഡിപ്രിസിയേഷൻ, തേയ്മാന ചെലവൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ടാണ് മൊത്തം എന്നുള്ള വാക്കെന്ന് ആ രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നിന്ന് ഈ തേയ്മാന ചെലവ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. അറ്റ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൊത്തത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? തേയ്മാന ചെലവ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അറ്റ കിട്ടാൻ വേണ്ടി മൊത്തം മൈനസ് തേയ്മാനം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ കൂടെ ഓരോ സാധനം ചേർത്താൽ മതി. അറ്റ എന്നുള്ളതിൻ്റെ ഇവിടെ ആഭ്യന്തര ഉൽപ്പന്നം ചേർക്കുമ്പോൾ മൊത്തത്തിൻ്റെ ഇവിടെ ആഭ്യന്തര ഉൽപ്പന്നം ചേർക്കുക. ഇനി വേറെ കുറച്ച് എത്തുമ്പോൾ ഞാൻ വേറെ സാധനം പറയും ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇക്വേഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ ഈസ് ഈക്വൽ ടു മൊത്തം മൈനസ് തേയ്മാനം എന്ന് ആലോചിച്ച് വെക്കുക. അറ്റത്തിൻ്റെ ഇവിടെ എന്ത് ചേർക്കണം? ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ മൊത്തത്തിൻ്റെ ഇവിടെ ആഭ്യന്തര ഉൽപ്പന്നം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഇതുപോലെ കിട്ടും. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ NDP കിട്ടാൻ വേണ്ടിയിട്ട് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷനിൽ ഈ സാധനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ സാധനം ചേർത്ത് കൊടുക്കുക, ഇവിടെ ഈ സാധനം ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ നമ്മൾ പരിഗണിക്കാറുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് നമ്മൾ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തെന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം, അപ്പോൾ GNP. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരാശയമാണ് GDP നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി GNP തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ GDP ഞാൻ പറഞ്ഞു എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇന്ത്യക്കാർ പ്രൊഡ്യൂസ് ചെയ്യും, വിദേശികൾ പ്രൊഡ്യൂസ് ചെയ്യും, വിദേശ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷെ അങ്ങനെ കൂട്ടുമ്പോൾ നമ്മളെ ഇന്ത്യക്കാർ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത എത്രയാണെന്ന് നമുക്കിത് മനസ്സിലാവില്ല. GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഈ ഒരു GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന പല സാധനങ്ങളും, ഇപ്പോൾ ഒരു വിദേശ കമ്പനി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത പൈസയുടെ പ്രോഫിറ്റൊക്കെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വിദേശി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ എന്താ പറയുക ലാഭം കാര്യങ്ങളൊക്കെ അയാൾ എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും? അയാളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് എന്താ ഒരു ക്വാണ്ടിറ്റി, ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ല. കറക്റ്റായിട്ടുള്ള ആ പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ GNP എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ GDP മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ GNP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇന്ത്യക്കാർ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GNP. അപ്പോൾ GDP നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്താണ്. അവിടെ ഇന്ത്യക്കാർ വരും, ഇന്ത്യക്കാരല്ലാത്ത വ്യക്തികൾ വരും, ഇന്ത്യയുടേതല്ലാത്ത കമ്പനികൾ വരും, ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്കാർ മാത്രം ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യമാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GDPയിൽ അതിർത്തി എന്ന് പറയുന്ന വാക്കിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്ന ഇന്ത്യക്കാർ എന്ന് പറയുന്ന വാക്കിനാണ്. ഇവിടെ എന്തില്ല? അതിർത്തി ഇല്ല. ഓക്കെ, അപ്പോൾ GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിർത്തി ഇല്ല. ആ പറയുന്ന ഇന്ത്യക്കാരൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയിട്ട് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അയാൾ ജോലി ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സാധനം നമ്മൾ എവിടെ കൂട്ടുന്നുണ്ട്? നമ്മുടെ GNPയിൽ കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇത് അമേരിക്കയാണെന്ന് വിചാരിക്കുക, ഒരു ഇന്ത്യൻ കമ്പനി, ഇത് പറയുന്നത് ഇത് ഇന്ത്യൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്, ഇത് അമേരിക്കയാണ്. ഓക്കെ, ഇത് അമേരിക്കയാണ്, ഇത് ഇന്ത്യൻ കമ്പനിയാണ്. ആ ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പോയിട്ട് ഒരു ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സാധനം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് എവിടെ കൂട്ടും? അമേരിക്കയുടെ GDPയിൽ ഇത് കൂട്ടും. ഓക്കെ, അപ്പോൾ ഇന്ത്യ കമ്പനി അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം എവിടെ കൂട്ടുന്നുണ്ട്? അമേരിക്കയുടെ GDPയിൽ കൂട്ടുന്നുണ്ട്. പക്ഷേ എവിടെ കൂട്ടുന്നില്ല? നമ്മുടെ ഇന്ത്യയിലെ GDPയിൽ കൂട്ടില്ല. കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്താണത്. പക്ഷേ ഇത് എവിടെ കൂട്ടുന്നുണ്ട്? ഇന്ത്യയുടെ GNPയിൽ കൂട്ടുന്നുണ്ട്. കാരണം എന്താണ്? GNPൻ്റെ ഡെഫിനിഷൻ എന്താണ്? നമ്മുടെ ഇന്ത്യക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് GNPയിൽ നോക്കുന്നത്, അല്ലാതെ അതിർത്തി ഇവിടെ ഒരു പ്രശ്നമല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി എവിടെ പോയി, ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയി എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും എവിടെ കൂട്ടുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ GNPയിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാധനം എവിടെ കൂട്ടുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ GNPയിൽ കൂട്ടുന്നുണ്ട്. പക്ഷേ എവിടെ കൂട്ടുന്നില്ല? GDPയിൽ കൂട്ടുന്നില്ല. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNPയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിക്കുന്ന റെസിഡൻ്റ് ആയിട്ട് ഇന്ത്യക്കാരുണ്ടാവും. നമ്മുടെ രാജ്യത്ത് തന്നെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കണമെന്നില്ല. ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കോ ഒക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി പണിയെടുത്ത് വരുന്ന ആൾക്കാരും ഉണ്ട്. അവരൊക്കെ നമ്മൾ ഇന്ത്യക്കാരാണ്, മീൻസ് എന്താണ്? റെസിഡൻ്റ് ആണ്. ഇനി അല്ലാത്ത വ്യക്തികളുണ്ട്, NRI എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സിറ്റിസൺഷിപ്പ് പഠിച്ചപ്പോൾ നമ്മൾ NRI എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 182 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ വേറൊരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NRI എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത്തരം വ്യക്തികൾക്കാണ്. ഇവരെന്തിൽ കൂട്ടുന്നില്ല? ഈ പറയുന്ന GNPയിൽ കൂട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ദിവസം, അതായത് 6 മാസത്തിൽ താഴെയൊക്കെ വേറെ രാജ്യങ്ങളിലൊക്കെ പോയി വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ റെസിഡൻറ്റ് തന്നെയാണ്. ഇവരൊക്കെ നമ്മുടെ പൗരന്മാർ തന്നെയാണ്. പക്ഷെ എന്താണ്? NRIs എന്ന് പറയുമ്പോൾ 6 മാസത്തിൽ കൂടുതൽ വേറെ രാജ്യത്ത് ജീവിക്കുന്ന ആൾ NRI ആയിട്ട് മാറും. അപ്പോൾ NRIസിൻ്റെ കാര്യം എവിടെ കൂട്ടുന്നില്ല? ഈ GNPയിൽ കൂട്ടുന്നില്ല. സാധാരണ നമ്മളെന്താ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? റെസിഡൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവർ ഇന്ത്യക്കാർ തന്നെയാണ്, പക്ഷേ വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ NRIs നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ കാര്യങ്ങൾ നമ്മളെവിടെ കൂട്ടുന്നില്ല? GNPയിൽ കൂട്ടുന്നില്ല. അല്ലാത്ത വ്യക്തികളുടെയാണ് നമ്മളെവിടെ കൂട്ടുന്നത്? GNPയിൽ കൂട്ടുന്നത്. അപ്പോൾ GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഈ എക്സാമ്പിളിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് GDP + NFIA എന്ന് പറയുന്ന സാധനമാണ് എന്ത് പറയുന്നത്? GNP കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണെന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് GNP = GDP + NFIA എന്ന് പറയുന്നതാണ്. അപ്പോൾ NFIA എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം എന്നാണ്. ഓക്കെ, അപ്പോൾ NFIA എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ്. അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം. അപ്പോൾ ഘടക വരുമാനം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകണ്ട കേട്ടോ, നമുക്ക് ഇതിൻ്റെ ബേസ് ആയിട്ട് മാത്രം മതി. മെയിനായിട്ട് GNP എന്താണെന്നുള്ള ഡെഫിനേഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇക്വേഷൻ ഒന്നും അങ്ങനെ ചോദിക്കില്ല. മെയിനായിട്ട് GNP എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സാമ്പിൾ വെച്ചൊന്ന് അത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇനി എന്താണ് ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ 4 എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ 4 ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഉൽപ്പാദനത്തിൻ്റെ 4 ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഓർമ്മയില്ലേ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിനെയാണ് ഘടക വരുമാനം. അതായത് ഈ 4 ഉൽപ്പാദനത്തിൻ്റെ
ഈ 4 ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഘടക വരുമാനം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പാട്ടം, കൂലി, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ലാഭം, ഓക്കെ, പലിശ എന്നീ പറയുന്ന 4 സാധനങ്ങൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഘടക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ഘടക വരുമാനം എന്ന് പറയുന്നത്. ഇനി ഈ വിദേശത്ത് നിന്ന് അറ്റ ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സാധനം. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ സമ്പാദിക്കുന്ന വരുമാനം മൈനസ് ഇന്ത്യയിൽ വിദേശികൾ സമ്പാദിക്കുന്ന വരുമാനം. ഓക്കെ, അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യക്കാർ സമ്പാദിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഇന്ത്യയിൽ വിദേശികൾ സമ്പാദിക്കുന്ന വരുമാനം മൈനസ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ഈ വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂവും വരാം, നെഗറ്റീവ് വാല്യൂവും വരാം. ഓക്കെ, പോസിറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ പ്ലസ് വരും. ഇനി ഈ സാധനത്തിന് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇത് മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഇതിന് 2 വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക, നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും GDP ആണ് വലുതായിട്ട് നിൽക്കാറ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ GNPയേക്കാൾ എപ്പോഴും ഏതാണ്, GDP ആണ് കൂടി നിൽക്കാറ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന, അതായത് ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയേ, ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ GDP ആണ് വലുത് എന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലുതിൽ നിന്ന് ഈ സാധനം മൈനസ് ചെയ്യുമ്പോഴാണ് എന്താ, ചെറിയ സാധനം കിട്ടുക അല്ലേ. അപ്പോൾ ഇതാണ് വലുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് മൈനസ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എടുത്താൽ ഈ NFIA എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എപ്പോഴും വരാറ്. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വിദേശികൾ സമ്പാദിക്കുന്ന വരുമാനമാണ് കൂടുതൽ, ഈ ഭാഗമാണ് കൂടുതലായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടേം എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ആ കൺസെപ്റ്റ് വിട്ടോ. ഇത്രയും മാത്രം മനസ്സിലാക്കുക. GNP എന്താണെന്ന് മനസ്സിലായി. ഈ ഇക്വേഷൻസ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതിൽ NFIA എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനമാണ്. അതെന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ സമ്പാദിക്കുന്ന വരുമാനം മൈനസ് ഇന്ത്യയിൽ വിദേശികൾ സമ്പാദിക്കുന്ന വരുമാനമാണ്. ഈ NFIA എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂയും വരാം, നെഗറ്റീവ് വാല്യൂയും വരാം. നമ്മുടെ ഇന്ത്യയിൽ സാധാരണ ഇതിന് നെഗറ്റീവ് വാല്യൂ ആണ് വരാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് GDP എന്ന് പറയുന്നതാണ് എപ്പോഴും GNPയേക്കാൾ വലുതായിട്ട് നിൽക്കാറ്. ഇത്രയും മാത്രം ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ GDP ആണ് GNPയേക്കാൾ വലുതായി നിൽക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ NFIA എന്നുള്ള ഫാക്ടർ നമ്മുടെ രാജ്യത്ത് നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടാറ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അടുത്തതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം നമ്മൾ എന്ത് ഇക്വേഷനാണ് പഠിച്ചത്, അറ്റ ഈസ് ഈക്വൽ ടു മൊത്തം മൈനസ് തേയ്മാനം എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ച് ഇവിടെ കൊണ്ട് എന്ത് കിട്ടോ, ദേശീയ ഉൽപ്പന്നം കിട്ടോ. ദേശീയ ഉൽപ്പന്നം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും ദേശീയ ഉൽപ്പന്നം ഇടും. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ കിട്ടി, അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്, മൊത്തം ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് സാങ്കേതികമായിട്ട് NNP എന്ന് പറയുന്ന ഈ അറ്റ ദേശീയ ഉൽപ്പന്നത്തെയാണ് നമ്മുടെ ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഈ NNP എന്ന് പറയുന്ന കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ദേശീയ വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കാറ്. ഓക്കെ, അപ്പോൾ സാങ്കേതികമായിട്ട് NNP ആണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കാണുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ 4 ഘടകങ്ങളിൽ ലഭിക്കുന്ന കോസ്റ്റാണ് എന്ത്, ഫാക്ടർ കോസ്റ്റ്. അതായത് പാട്ടം പ്ലസ് പലിശ പ്ലസ് കൂലി പ്ലസ് ലാഭം എന്ന് പറയുന്നതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ കണ്ടുപിടിക്കുന്ന NNP ആണ് എന്ത്, നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നതാണ് NCERTയിൽ. പക്ഷേ അത് പണ്ടത്തെ ഫാക്റ്റാണ്, അതിപ്പോൾ തെറ്റാണ്. ഇപ്പം നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനമാണ്. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ മാർക്കറ്റ് വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമാണ്, അതായത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ദേശീയ വരുമാനമായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. 2015 വരെയൊക്കെ ആയിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ NCERTയിൽ ആ ഫാക്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ കറക്റ്റ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത്ര മനസ്സിലായി. സാങ്കേതികമായി NNP ആണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇത് കുറച്ചും കൂടെ ഹയർ എക്സാമിനാണ് ഇത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കൃഷി ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കി. ഇപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്തു എന്ന് വിചാരിക്കുക. ഗോതമ്പ് കൃഷി ചെയ്ത് ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് എന്ത് തരാൻ പറ്റും,
വേണമെങ്കിൽ അതിന് വേണ്ട സബ്സിഡികളൊക്കെ വേണമെങ്കിൽ ചില സമയത്ത് കർഷകർക്ക് സബ്സിഡി ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാനിത് ഗോതമ്പ് പൊടിയാക്കി മാർക്കറ്റിൽ ഇറക്കി, പാക്കറ്റിൽ ഇറക്കി. ഈ പാക്കറ്റിന് മേലെ എന്ത് ചേർക്കും? പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? ഇതിനൊരു വില ഉണ്ടാവും. അത് വ്യാവസായിക മേഖല മേടിച്ച്, അതായത് ഇൻഡസ്ട്രി മേടിച്ചിട്ട് പൊടിയാക്കിയിട്ട് പാക്കറ്റിലാക്കി ഇറക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ടാക്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതായത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഈ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ മേലെ സാധനമാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ മാർക്കറ്റിലെത്തിയപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സും കൂട്ടിയ പൈസയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിൽ എന്തുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട് അല്ലേ? നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. അപ്പോൾ എന്താണ്? അതിൻ്റെ മേലെ ഓൾറെഡി ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഒരു ടാക്സ് അതിൻ്റെ മേലെ നികത്തിയിട്ടുണ്ടാവും. അതാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസും ഈ ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എഴുതാം. മാർക്കറ്റ് വില എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഘടക ചെലവ് ഉണ്ടല്ലോ, ഘടക ചെലവ്, അതായത് ഫാക്ടർ കോസ്റ്റ്. അതായത് നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ ഗോതമ്പ് ഉൽപ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ ചെലവ് വന്നിട്ടുണ്ട് എന്നുള്ളത്, അതാണ് ഘടക ചെലവ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പരോക്ഷ നികുതി കൂട്ടണം. ഓക്കെ, ഇനി എന്തെങ്കിലും സബ്സിഡി, ഇപ്പോൾ ഘടക ചെലവ്, ഇപ്പോൾ കൃഷി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് സർക്കാർ ചെലവ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സബ്സിഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് വില എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ഘടക ചെലവ്, അതിൻ്റെ കൂടെ അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നികുതി കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ നികുതി കൂട്ടുന്ന എപ്പോഴാണ്? മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ. മാർക്കറ്റ് വിലയിൽ ഓൾറെഡി എന്തുണ്ട്? നികുതി കൂട്ടിയതാണ്. അപ്പോൾ ഘടക ചെലവിൻ്റെ കൂടെ ഈ പറയുന്ന നികുതിയുടെ കൂട്ടി വരുന്നതാണ് മാർക്കറ്റ് വില. അപ്പോൾ നികുതി കൂട്ടുമ്പോൾ ഇവിടെ ഒരു സബ്സിഡി മൈനസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സാങ്കേതികമായി NNP ആണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഒഴിവായിക്കോളൂ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സാങ്കേതികമായി NNP ആണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. ഇനി GDP എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. GDP പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഒന്ന് പണാത്മക GDP അഥവാ നോമിനൽ GDP, അല്ലെങ്കിൽ യഥാർത്ഥ GDP അഥവാ റിയൽ GDP എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളാണുള്ളത്. ഇനി എന്താണ് നോമിനൽ GDP എന്ന് നമുക്ക് നോക്കാം. നിലവിലുള്ള വർഷത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകളുടെ അടിസ്ഥാനത്തിൽ GDP കണക്കാക്കുന്നതിനെയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോമിനൽ GDPയും റിയൽ GDP എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിക്കേ. അതായത് 2011-12 വർഷത്തിൽ ഒരു കിലോഗ്രാം ഗോതമ്പിൻ്റെ വില 10 രൂപയാണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്ന് ഈ പറഞ്ഞ വർഷത്തിൽ 10 കിലോഗ്രാം ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു, ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വില എത്രയാണ്? ഒന്നിൻ്റെ 10 രൂപയാണ്. 10 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൊത്തം 100 രൂപയാണ് 2011-12 ഗോതമ്പിൻ്റെ വില. ഓക്കെ, ഇത് നമ്മൾ GDPയിലേക്ക് മാറ്റുമ്പോൾ 100 ലക്ഷം കോടി എന്നൊക്കെ ആയിരിക്കും കേട്ടോ മൊത്തത്തിൽ പറയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ 100 രൂപയാണ്. 2012-13 തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിലും വിലയ്ക്ക് മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. വില നമ്മൾ അതേ ആയിട്ടായിരിക്കുന്നത്. ഗോതമ്പിൻ്റെ വില, അതായത് 2011-12 അതേ വിലയാണ് നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു കിലോഗ്രാം ഗോതമ്പിൻ്റെ വില 10 രൂപ തന്നെയാണ്. പക്ഷേ ആ വർഷം ഈ വർഷം 10 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യെങ്കിൽ തൊട്ടടുത്ത വർഷം 11 കിലോഗ്രാം, 1 കിലോഗ്രാം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 11 × 10 110 രൂപ അല്ലേ? ഇവിടെ നിന്ന് വ്യത്യാസം വന്നു. ഒരു 10 രൂപ നമ്മുടെ GDPയിൽ കൂടിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത വർഷവും വില എന്ത് തന്നെയാണ്? ഈ 2011-12 അതേ വില തന്നെയാണ്, 10 രൂപ തന്നെയാണ്. വിലയ്ക്ക് വ്യത്യാസം വന്നില്ല. പക്ഷേ എന്ത് ചെയ്തു? ഉൽപ്പാദനം നമ്മൾ കൂടിയിട്ടുണ്ട്. 1 കിലോഗ്രാം വീണ്ടും ഇവിടെ കൂടി. ഇവിടെ 12 കിലോഗ്രാമാണ്. അപ്പോൾ 120 രൂപ. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാം. GDP ഈ വർഷത്തിൽ നിന്ന് 100-ൽ നിന്ന് 110 120. GDP ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തായി? ഗോതമ്പിൻ്റെ വില കൂടിയിട്ടില്ല. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന, അതായത് വില വർധനവ് എന്ന് പറയുന്ന സാധനം ഇൻഫ്ലേഷൻ കാരണമുള്ളത് ഇവിടെ കൂട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ വിലക്കയറ്റം ഇതിനെ ബാധിച്ചിട്ടില്ല. വില നമ്മൾ 2011-12 വില തന്നെയാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷേ എന്ത് കൂടി? നമ്മുടെ ഉൽപ്പാദനം ഇവിടെ കൂടിയിട്ടുണ്ട്. ഓരോ കിലോഗ്രാം വെച്ചിട്ട് ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഉൽപ്പാദനത്തിൻ്റെ ക്വാണ്ടിറ്റി, അളവ് കൂടുന്നതാണ് നമ്മുടെ GDPയിൽ നിഴലിച്ചത് അല്ലേ? GDP ഇവിടെ കൂടി 100 നിന്ന് 110 120 കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് നിഴലിക്കുന്നത് എന്താണ്? വിലക്കയറ്റമല്ല ഇവിടെ നിഴലിക്കുന്നത്. പകരം എന്താണ്?
അളവാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇത്തരം സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ എന്ന് പറയുന്നത് യഥാർത്ഥ GDP എന്ന് പറയുന്നത്. അതായത് പണപ്പെരുപ്പം മൂലം GDP നിർണ്ണയിക്കുന്നതിൽ അപാകത പരിഹരിക്കുകയാണ് ഇവിടെ. കാരണം പണപ്പെരുപ്പം മൂലം GDP നിർണ്ണയിക്കുന്ന അപാകത പരിഹരിക്കുന്നത് എങ്ങനെയാണ്, ഒരു വർഷത്തെ, അതായത് 2011-12 വർഷത്തെ ആ വില നമ്മളവിടെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 12, 13, 13, 14 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ പണപ്പെരുപ്പം മൂലം GDP നിർണ്ണയിക്കുന്നതിൽ അപാകത പരിഹരിക്കുന്നതിന് ഏതെങ്കിലും ഒരു വർഷത്തെ അടിസ്ഥാന വർഷമായി കണക്കാക്കിക്കൊണ്ട് ആ വർഷത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയുടെ അടിസ്ഥാനത്തിൽ GDP കണക്കാക്കുന്നതിനെയാണ് യഥാർത്ഥ GDP എന്നറിയപ്പെടുന്നത്. ആ വർഷം നമ്മൾ അടിസ്ഥാന വർഷമായിട്ട് 2011-12 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് NSO എന്ന് പറയുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ആ ഓഫീസാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2011-12 ആണ് ഇപ്പോൾ നിലവിലെ ബേസ് ഇയർ അഥവാ അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനാൽ സാമ്പത്തിക രംഗത്തിൻ്റെ യഥാർത്ഥ വളർച്ച അറിയാനാവുക ഈ GDP ആണ്. കാരണം എന്താ, സാമ്പത്തിക രംഗത്തിൻ്റെ യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് ഈ പണം ഇങ്ങനെ ഇതിൽ, അതായത് സംഭവത്തിലുള്ളൂ. അതായത് എന്താ പറഞ്ഞത്, നമ്മുടെ വിലക്കയറ്റം ഉണ്ടല്ലോ, വിലക്കയറ്റം ഉള്ളത് സംഭവം, വില എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വില വെച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്, വില കൂടുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, ഈ റിയൽ GDPയിലൂടെ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഓരോ വർഷവും നമ്മൾ എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു. കാരണം എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇവിടെ 10 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ 11 കിലോഗ്രാമായി 12. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ആ പ്രൊഡക്ഷൻ കൂടിക്കൂടി വരുന്നതാണ് കറക്റ്റായിട്ട് യഥാർത്ഥ GDPയിൽ കാണുന്നത്. അപ്പം എത്ര പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക രംഗത്തിൻ്റെ യഥാർത്ഥ വളർച്ച അറിയാനാകുക ഈ പറയുന്ന യഥാർത്ഥ GDP കണക്കാക്കുന്നതിലൂടെയാണ്. ഓക്കെ, ഇനി മറ്റേ വ്യത്യാസം നോക്കിക്കേ. അടുത്താണ് നോമിനൽ GDP, നാമമാത്രമായ GDP അല്ലെങ്കിൽ പണാത്മക GDP എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കേ, 2011-12 അതേപോലെ തന്നെയാണ്. ഗോതമ്പ് 1 കിലോഗ്രാമിന് 10 രൂപ, 10 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ 100 രൂപയാണ് ഇവിടെ വന്നത്. നോമിനൽ GDPൻ്റെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, 2012-13 വിലക്കയറ്റം വന്നിട്ടുണ്ട് അല്ലേ. 10 രൂപ എന്ന് പറയുന്നത് 10.5 രൂപയായിട്ടുണ്ട്, 1 കിലോഗ്രാമിന് 10.5 രൂപയായിട്ട് വിലക്കയറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 11 കിലോഗ്രാം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 11 × 10 എത്ര വരും, 115.5 വന്നു. ഇവിടെ 100 രൂപയാണെങ്കിൽ അടുത്ത വർഷത്തെ GDP എത്രയായി, 115.5 ആയി. അടുത്ത നോക്കിക്കേ, ഇവിടെ 2013-14 വീണ്ടും വിലക്കയറ്റം സംഭവിച്ച് എത്രയായി, 10 എന്നുള്ളത് 11 ആയി. 12 കിലോഗ്രാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോലെ തന്നെ. അപ്പോൾ 12 × 11 132 എന്നായി. അപ്പോൾ ഇവിടെ എന്താണ്, GDP കൂടുന്നുണ്ട്, പക്ഷേ ഇവിടെ വിലക്കയറ്റം കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാണ്, ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട്, വിലയും കൂടുന്നുണ്ട് അല്ലേ. നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ അളവും കൂടുന്നുണ്ട്, പൈസയുടെ അളവും കൂടുന്നുണ്ട്, രണ്ടും കൂടെ കൂടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു അളവ് കിട്ടുന്നില്ല. അതായത് നമ്മുടെ പ്രോഡക്റ്റ് മാത്രമേ, നമ്മുടെ ഉൽപ്പന്നം മാത്രം എത്ര കൂടിയെന്ന് കറക്റ്റായിട്ടൊരു അളവ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ എന്താണ് നോമിനൽ GDP എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിലവിലുള്ള വർഷത്തിലെ അതായത് നിലവിലുള്ള വർഷമാണ് ഓരോ വർഷവും 2011, 12, 13, 13, 14. ഇപ്പോൾ ആണെങ്കിൽ 2023, 24. അപ്പോൾ നിലവിലുള്ള വർഷത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകളുടെ അടിസ്ഥാനത്തിൽ GDP കണക്കാക്കുന്നതിനെയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. കൂടുതൽ വിൽപ്പന നടന്നില്ലെങ്കിലും വിലക്കയറ്റം മൂലം ഒരു അന്തിമ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം തൊട്ടടുത്ത വർഷം കൂടിയത് നോമിനൽ GDPയിൽ കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉൽപ്പാദനം കൂടിയിട്ടില്ല അല്ലേ, നമ്മുടെ ഉൽപ്പാദനം യഥാർത്ഥത്തിൽ കൂടിയിട്ടില്ല, വില മാത്രമാണ് കൂടിയത്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയുണ്ടായി എന്ന് അർത്ഥമില്ല. ഓക്കെ, ഇവിടെ മെയിനായിട്ടും നമ്മുടെ വില കൂടുന്നത് കൂടെയാണ് സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു വളർച്ച കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാവില്ല. അപ്പോൾ യഥാർത്ഥ GDPയിലൂടെയാണ് സമ്പദ് വ്യവസ്ഥയിലെ യഥാർത്ഥ വളർച്ച നമുക്ക്. അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്ത്, ഇവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന വിലക്കയറ്റം ഇവിടെ പരിഗണിക്കുന്നില്ല. യഥാർത്ഥ GDPയിൽ വിലക്കയറ്റം നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സാധനം, അതായത് അളവിനെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ അളവും നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ വിലയും രണ്ടും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കാരണം വിലക്കയറ്റം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വിലക്കയറ്റത്തിൻ്റെ അപാകത പരിഹരിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ അടിസ്ഥാന വർഷം എന്ന് പറയുന്ന ഒരു വർഷത്തെ നിർത്തിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സാമ്പത്തിക രംഗത്തിൻ്റെ യഥാർത്ഥ വളർച്ച അറിയാനാകുക ഈ GDP കണക്കാക്കുന്നതിലൂടെയാണ്. ഇനി GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന, 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് GDP ഡിഫ്ലേറ്റർ. അപ്പോൾ നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള അനുപാതത്തെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നു. ഇത്ര മാത്രം ഒന്ന് ഇക്വേഷൻ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് NSO തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ നോമിനൽ GDPയും റിയൽ GDPയും ഒക്കെ തീരെ മനസ്സിലായി ഇല്ല എന്നുള്ളൊരു
അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. 3 രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. സാമ്പത്തിക അഭിവൃദ്ധി, ഉൽപ്പാദനം, അതായത് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി, നമ്മുടെ രാജ്യം കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കണമെങ്കിൽ ഉൽപ്പാദനം നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദനം നമ്മൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദന ഘടകങ്ങളായ ഈ പറയുന്ന 4 സാധനങ്ങളുടെയും പ്രതിഫലം വർദ്ധിക്കുന്നു അല്ലേ. നമ്മൾ കൂടുതൽ സാധനം പ്രോഡക്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്നതിൻ്റെയൊക്കെ മൂല്യം കൂടും അല്ലേ. ഭൂമിയുടെ വാടക നമ്മൾ റെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും, തൊഴിലിൻ്റെ കൂലി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ പറയുന്നതിൻ്റെ സാധനങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ, അതായത് നമ്മുടെ കയ്യിൽ കൂടുതൽ കൂലി കൂടുമെന്ന് പറയുമ്പോൾ ഒരു തൊഴിലാളിക്ക് കൂടുതൽ കൂലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ആ ക്വാണ്ടിറ്റിയും കൂടും അല്ലേ. ഇപ്പോൾ ഒരാൾ 100 രൂപയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണെങ്കിൽ അയാൾക്ക് സാലറി കൂടുതൽ കിട്ടുമ്പോൾ അയാളത് നാളെ 500 രൂപയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ അത്ര രൂപ പറയുന്നുള്ളൂ. അപ്പോൾ ഉൽപ്പാദനം, വരുമാനം, ചെലവ് എന്ന് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉൽപ്പാദനം കൂടുമ്പോൾ എന്ത് കൂടും? വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ എന്ത് കൂടും? ചെലവ് കൂടും. ഓക്കെ, അങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഉൽപ്പാദന രീതിയാണ്, രണ്ടാമത്തത് വരുമാന രീതി, മൂന്നാമത്തത് ചെലവ് രീതി. ഇതിൽ ഉൽപ്പാദന രീതി എന്ന് പറയുന്നത് മൂല്യവർദ്ധിത രീതി എന്നാണ് പറയുന്നത്. അപ്പോൾ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത്. അപ്പോൾ 3 കാർഷികം, വ്യാവസായികം, നമ്മുടെ സേവനം, ഈ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ ഈ രീതി സഹായകമാണ്. ഇനി വരുമാന രീതി എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, കൂലി, പലിശ, ലാഭം എന്നീ പ്രതിഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ്. അതായത് ഇതാണ് കിട്ടുന്ന പ്രതിഫലം അല്ലേ. നമ്മുടെ ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഈ 4 സാധനങ്ങളാണ്. ഇത് കണക്കാക്കിക്കൊണ്ട് ഈ പറയുന്ന വരുമാനം കണക്കാക്കുന്ന രീതിയാണ്. അതായത് 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ദേശീയ വരുമാനം കിട്ടും. അതായത് ഇതാണ് 4 വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വരുമാനം കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ദേശീയ വരുമാനം ലഭിക്കും. ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഈ രീതിയിലൂടെ സാധിക്കുന്നു. അടുത്ത ചെലവ് രീതി. ഉപഭോഗ ചെലവും നിക്ഷേപ ചെലവും സർക്കാർ ചെലവും ആകെ കയറ്റുമതി മൂല്യത്തിൽ നിന്ന് ഇറക്കുമതി മൂല്യം കുറച്ചാൽ കിട്ടുന്നതും കൂടിച്ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ചെലവ് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ഉപഭോഗം, അതായത് കൺസ്യൂമിന് വേണ്ടി, ഒരു കൺസ്യൂമർ അതായത് ഉപഭോക്താവ് ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി ചിലവാക്കുന്ന പൈസ ഒന്നത്. പിന്നെ നിക്ഷേപം, അതായത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നിക്ഷേപം വേണം, ആ നിക്ഷേപത്തിന് ചിലവാക്കുന്ന പൈസ. പിന്നെ സർക്കാർ എന്ത് ചെയ്യും? സർക്കാർ ഓരോരോ പദ്ധതികളും ഓരോരോ സ്കീമുകളൊക്കെ നടത്താൻ വേണ്ടി സർക്കാർ കുറേ കാര്യം ചിലവ് ചെയ്യും, ആ സർക്കാരിൻ്റെ ചിലവ്. പിന്നെ ഇറക്കുമതിയിൽ നിന്ന് കയറ്റുമതി മൂല്യം കുറയ്ക്കുക, അതായത് എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന ഒരു മൂല്യം. ഇതൊക്കെ കൂടെ കൂട്ടുന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപഭോഗ ചെലവ് പ്ലസ് നിക്ഷേപ ചെലവ് പ്ലസ് സർക്കാർ ചെലവിടുന്നത് പ്ലസ് ഇറക്കുമതി കിഴിച്ചുള്ള കയറ്റുമതി മൂല്യം എന്നാണ്. അതാണ് ഇക്വേഷനായിട്ട്. ഈ സി എന്ന് പറയുന്നതാണ് ഉപഭോഗ ചെലവ്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിക്ഷേപ ചെലവ്, ജി എന്ന് പറയുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ചെലവ്, സർക്കാർ ചെലവ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതാണ് ഈ പറയുന്ന മൊത്തം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ 3 രീതി ഉണ്ടെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയം ഒരുപാട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് LDCക്ക് ഇതേ ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ ഡിഗ്രി ലെവലിനാണ് ആവശ്യമുള്ളൂ. മേൽ പറഞ്ഞ ഏത് രീതിയിൽ കണക്കാക്കിയാലും അതായത് പറയും ഈ 3 മെത്തേഡിൽ കണക്കാക്കി കഴിഞ്ഞാൽ ദേശീയ വരുമാനം പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് ഏത് മെത്തേഡിൽ കണക്കാക്കി കഴിഞ്ഞാലും ദേശീയ വരുമാനം കിട്ടുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഇനി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസയോഗ്യമായ SCRTയിലെ പോയിന്റ്സ് തന്നെയാണ്. വിശ്വാസയോഗ്യമായ സ്ഥിതി വിവരക്കണക്കിൻ്റെ അഭാവം, ഉൽപ്പാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുക, ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ഒരേ സാധനം വീണ്ടും വീണ്ടും കൂട്ടുക. പിന്നെ വീട്ടമ്മമാർ ഗാർഹിക ജോലി ചെയ്യുന്നത് ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അവർ ചെയ്യുന്നത് ജോലിയാണ്, പക്ഷേ അതെന്ത് ചെയ്യുന്നത് ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിക്കപ്പെടുന്നത്, അത് നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ ഉപഭോഗത്തിന് മാത്രം ഉപയോഗിക്കുന്നത്, അതൊന്നും ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല.
പിന്നെ ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവരക്കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ബാധിക്കുന്നു. ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല, അതും ഇതിൻ്റെ പ്രശ്നമാണ്. ഇനി പ്രതിശീർഷ വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. അതായത് നമ്മുടെ ഒരു പൗരൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ വാർഷിക വരുമാനത്തെയാണ് നമ്മൾ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. എങ്ങനെ കിട്ടുക? ടോട്ടൽ ദേശീയ വരുമാനത്തിൽ നിന്ന് മൊത്തം ജനസംഖ്യ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് പറയും. അപ്പോൾ ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഈ പറയുന്ന പ്രതിശീർഷ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറേ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കണമല്ലോ. നമ്മുടെ നികുതി വരുമാനം അതനുസരിച്ച് നമ്മൾ നികുതി എന്താ അടയ്ക്കണം, നമ്മുടെ വരുമാന നികുതിയൊക്കെ നമ്മൾ അടയ്ക്കണം. അത്തരം ടാക്സുകളൊക്കെ നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വ്യക്തിഗത വിനിയോഗ വരുമാനം എന്താണെന്ന സാധനം കിട്ടും. അപ്പോൾ ഇതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വ്യക്തിഗത വരുമാനം ഉണ്ടാവും. വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് നമ്മുടെ നികുതി കുറയ്ക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വർഷം ഇത്ര പൈസ കിട്ടുന്നുണ്ടാവും നമ്മുടെ വാർഷിക വരുമാനം എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ അടയ്ക്കുന്ന ടാക്സും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം എന്ന് പറയുന്നത്. വ്യക്തിഗത വിനിയോഗം എന്ന് പറഞ്ഞാൽ ആ പൈസയാണ്, അത് ടാക്സൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആ പൈസയാണ് നമുക്ക് ചില സാധനങ്ങൾ വാങ്ങാനും നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പൈസ. അപ്പോൾ വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് ടാക്സുകളൊക്കെ കുറച്ച് കിട്ടുന്ന പൈസയാണ് വ്യക്തിഗത വിനിയോഗ വരുമാനം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന പ്രതിശീർഷ വരുമാനം എന്ന രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു എന്ന് കൂടെ ഒന്ന് ആലോചിക്കാം. ഇനി ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് വന്നതാണ്, ഇതൊന്ന് നോട്ട് ചെയ്യുക. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ ആളോഹരി വരുമാനം അഥവാ പ്രതിശീർഷ വരുമാനം ഇരട്ടിയിലധികമായിട്ട്, അത് കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം ഇരട്ടിയിലധികമായിട്ടുണ്ട്. കഴിഞ്ഞ ദശകത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ പ്രതിശീർഷ വരുമാന വളർച്ച രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർണാടകമാണ്. 2ാം സ്ഥാനം തെലുങ്കാന, 3ാം സ്ഥാനം മധ്യപ്രദേശ്. കേരളത്തിന് 9ാമത്തെ സ്ഥാനമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആളോഹരി വരുമാനം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 9ാം സ്ഥാനമാണ്. ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഈ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയാണ് ഈ NSOയുടെ തലവൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന മന്ത്രാലയത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗം അറിയപ്പെടുന്നതാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക് വിഭാഗമാണ് എന്ത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതിൽ പറയുന്ന NSOയുടെ കീഴിൽ വരുന്ന രണ്ടാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും അതേപോലെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും അടങ്ങുന്നതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സാധനം കൂടെ ലയിച്ചിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? NSO എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരിക്കുന്നത്. ലയിച്ചത് 2019 മെയ് 23-നാണ്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന NSO എന്ന് പറയുന്ന സ്ഥാപനമാണ്. കാരണം ഇപ്പോൾ NSO ആണത് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് NSO ആണ് ഈ പറയുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്നതും GDP ഡിഫ്ലേറ്റർ കണക്കാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് ഇവരാണ്. പിന്നെ CSO എന്ന് പറയുന്ന സ്ഥാപിതമായത് 1952-ലായിരുന്നു. അതിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു PC മഹലനോബിസ്. ഇനി സാമ്പത്തിക വികസനം എന്താണ്? നമ്മൾ പറഞ്ഞു GDP എന്ന് പറയുന്നത് മെഷർ ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ആ രാജ്യത്തെ ജനങ്ങളുടെ വളർച്ച, മാനസികമായ വികസനമായിക്കോട്ടെ, ജീവിത നിലവാരമായിക്കോട്ടെ, ഇതൊന്നും നമുക്ക് എന്തിലൂടെ കിട്ടില്ല? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുമ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് സാമ്പത്തിക വികസനം എന്ന് പറയുന്നു. അപ്പോൾ സാമ്പത്തിക വികസനം എന്തിനാ വെച്ചാൽ ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്, സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. ഇനി 4 തരത്തിലാണ് വികസന സൂചികൾ പറയുന്നത്. ഒന്ന് പ്രതിശീർഷ വരുമാനമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്താണ് മാനവ വികസന സൂചിക എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്ന് പറയുന്നു. അതേപോലെ മാനവ സന്തോഷ സൂചിക എന്ന് പറയുന്നത്. ഇതിൽ മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് രൂപപ്പെടുത്തിയ ആരാണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അമർത്യ സെന്നിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഒരു സൂചിക വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കുന്നത്, ഈ മാനവ വികസന സൂചിക എന്ന് പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്
UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഓക്കെ, ഇത് തയ്യാറാക്കുന്ന 3 പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ നിന്നാണ് ഇത് അതായത് ജീവിത നിലവാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇന്ന് 3 കാറ്റഗറിയെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൽ ജീവിത നിലവാരം കാണാൻ വേണ്ടി ഇവർ നോക്കുന്നത് പ്രതിശീർഷ വരുമാനമാണ്. ആരോഗ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് പറഞ്ഞാൽ ജനന സമയത്തുള്ള ആയുർദൈർഘ്യമാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇവർ നോക്കുന്ന മേഖല എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ശരാശരി വർഷങ്ങൾ എത്രയാണെന്നുള്ളതാണ് നോക്കിയിട്ടാണ്, ഈ 3 കാറ്റഗറി നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഇത്ര കാര്യങ്ങൾ മാത്രം അറിയാം. GDP-യോടൊപ്പം ഗുണനിലവാരം കൂടി മനസ്സിലാക്കാനുള്ള അളവുകോലായാണ് ഇത് 1990. അപ്പോൾ നിലവിൽ വന്നത് 1990-ലാണ്. ഇതിൻ്റെ മൂല്യം 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി ഇതാണ് കറണ്ട് അഫെയർ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാനവ വികസന സൂചിക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടാണ് 2023-24 റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇതിൽ കാണുന്നത് 2022 റാങ്കാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ 2023-24 റിപ്പോർട്ടിൽ പറയുന്നത് 2022 എന്താണ് റാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ 2022 സ്ഥാനം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം 2022 സ്ഥാനം എന്ന് പറയുന്നത് 134ാമത്തെ റാങ്കാണ്. അതായത് 193 രാജ്യങ്ങളിൽ 134ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയുടേത്. 2021 അത് 135ാമത്തെ സ്ഥാനമായിരുന്നു. ഓക്കെ, ഇനി ഈ വർഷത്തെ ഈ 2023-24 റിപ്പോർട്ടിൽ 134ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥാനം കിട്ടാൻ വേണ്ടി ഇന്ത്യക്ക് ലഭിച്ച ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്ന മൂല്യം എത്രയാണെന്ന് പറഞ്ഞാൽ 0.644 എന്ന് പറയുന്ന വാല്യൂ ആണ് ലഭിച്ചിട്ടുള്ളത്. ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് വെച്ചാൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറി, അതായത് ഇടത്തരം മനുഷ്യ വികസനം അഥവാ മീഡിയം മനുഷ്യ വികസനം എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് ഈ പറയുന്ന വാല്യൂ വരുന്നത്. അപ്പോൾ ഇന്ത്യ കിടക്കുന്നത് മീഡിയം മനുഷ്യ വികസനം എന്ന് പറയുന്ന ആ ഒരു ഇടത്തരം മനുഷ്യ വികസനം എന്ന് പറയുന്ന റേഞ്ചിലാണ് കിടക്കുന്നത്. ഈ പറയുന്ന റിപ്പോർട്ടിൽ 1ാം സ്ഥാനം ആരായിരുന്നു? സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഇറക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ലിംഗ അസമത്വ സൂചിക അഥവാ ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് 2002 റിപ്പോർട്ട് പ്രകാരം, അത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് 2022 അസമത്വ സൂചിക ലിംഗ അസമത്വ സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? 14 സ്ഥാനം മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നത്. അതായത് 2021 122ാം സ്ഥാനം ഉണ്ടായിരുന്ന ഇന്ത്യ 2022 108ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 14 സ്ഥാനം മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞാണ് ന്യൂസ് വന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി മാനവ സന്തോഷ സൂചിക അത് വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. പക്ഷേ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവരുടെ 2020 ഏറ്റവും മാനവ സന്തോഷ സൂചികയിലെ 2024 റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനം ഫിൻലാൻഡിനാണ്. ഇന്ത്യക്ക് എത്രയാണ്? 120. അപ്പോൾ 1ാം സ്ഥാനം ഫിൻലാൻഡിനും ഇന്ത്യക്ക് 126ാം സ്ഥാനമാണ്. 2024 റിപ്പോർട്ടിലും 2023 റിപ്പോർട്ടിലും 126ാം സ്ഥാനം തന്നെയായിരുന്നു ഇന്ത്യക്ക്. 2022 അത് എത്രയായിരുന്നു? 136ആയിരുന്നു. അപ്പോൾ 10 സ്ഥാനം ഇപ്പോൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മാനവ സന്തോഷ സൂചിക. അതായത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഏത്? ഫിൻലാൻഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് സാധാരണ മാർച്ച് 20-നാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, റിപ്പോർട്ട് വരാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോക സന്തോഷ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്നറിയപ്പെടുന്നത് മാർച്ച് 20-ാം തീയതിയാണ്. ഓക്കെ, ആ കാര്യം കൂടെ ഒന്ന് ആലോചിക്കുക. ഇനി 2 കറണ്ട് അഫയേഴ്സും കൂടെ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഈ കറണ്ട് അഫയറും കൂടെ ഒന്ന് നോക്കുക. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് റിപ്പോർട്ട് 2024 അനുസരിച്ച് ഏറ്റവും കൂടുതൽ GDP വളർച്ച പ്രതീക്ഷിക്കുന്നത് ഏത് മേഖലയിലാണെന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വന്നതിൻ്റെ ഉത്തരം ഏതാണ്? ദക്ഷിണേഷ്യയാണ്, സൗത്ത് ഏഷ്യയാണ്. ഓക്കെ, ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് ഇവർ പ്രവചിച്ചിരിക്കുന്നത് 6.2% ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആരെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ഉത്തരം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഈ ഭാഗത്തുനിന്ന് അധികം ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കുറച്ച് നമ്മൾ ഡീപ്പായിട്ട് എടുക്കേണ്ട ടോപ്പിക്കുകളാണ്. പക്ഷേ നമ്മുടെ സമയം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ബേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.